നമസ്കാരം. ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ചോദ്യങ്ങളായിട്ടുള്ള ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 4 കൂട്ടുകാർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. എല്ലാവരും ഒരു ഗൗരവത്തിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. അങ്ങനെയൊന്നും വേണ്ട, അതൊന്നും വേണ്ട കേട്ടോ. ശരി, പേരെന്താണ് കേട്ടോ? അനിൽകുമാർ. സ്വദേശം തിരുവനന്തപുരത്ത് തന്നെയാണോ? പത്തനംതിട്ട. ഈ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം ചോദിച്ച പോലെ പത്തനംതിട്ടക്കാർ എപ്പോൾ എത്തി തിരുവനന്തപുരത്ത്? എവിടെയാണ്? തിരുവനന്തപുരത്ത് തന്നെ. ശരി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ. ഓക്കെ, എന്താണ് ജോലി ചെയ്യുന്നത്? എവിടെയാണ്? പത്തനംതിട്ട തന്നെയാണ്. ഓക്കെ, ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഓണൊക്കെ വരുന്ന സമയത്ത് അല്പം ജോലിയൊക്കെ കൂടും അല്ലേ? ശരി. കോമ്പറ്റീഷൻ നന്നായിട്ടുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ നല്ല കൊടുക്കുന്ന സാധനം നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മൾ തേടി വരുന്നുണ്ട്. എത്ര വർഷമായി? 20 വർഷത്തോടെ. എന്താണ് കാറ്ററിംഗ് സർവീസിന്റെ പേരെന്താണ്? ശ്രീഭദ്ര, പത്തനംതിട്ട അല്ലേ? മലാലപ്പുഴ അല്ലേ? ശരി, ഓക്കെ. പേരെന്താണ്? ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ ചേച്ചി? എവിടെയാണ്? പത്തനംതിട്ട. ശരി. ഏത് വിഷയം പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ? എൽ പി സ്കൂൾ. അപ്പോൾ ഈ പിള്ളേരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വികൃതിയെല്ലാം കുറച്ച് കുറവാണ് പിള്ളേരൊക്കെ. ഈ മൊബൈലിന് അഡിക്റ്റഡ് ആണോ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ? ഉണ്ട്, എന്നാലും പറഞ്ഞൊക്കെ കേൾക്കും അല്ലേ? ശരി. ചേച്ചിയുടെ പേര്? സ്വന്തം സ്ഥലം പത്തനംതിട്ട തന്നെയാണോ? പത്തനംതിട്ടയാണ്. ഞാനാണ് സിസ്റ്റർ. എവിടെ? തിരുവനന്തപുരത്ത് എവിടെയാണ്? മണ്ണന്തലയാണ്. ഓക്കെ. ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ ചേച്ചി? ഓക്കെ, വീട്ടു ജോലി തന്നെ ധാരാളം ഉണ്ട് അല്ലേ? ശരി. നമസ്കാരം. പേരെന്താണ് ബ്രോ? നന്ദു. എന്താണ് ചെയ്യുന്നത്? ഞാൻ BCA സെക്കൻഡ് ഇയർ. എവിടെയാണ് പഠിക്കുന്നത്? ശരി. പത്തനംതിട്ടയാണോ? ഇവിടെ വന്നപ്പോൾ തിരുവനന്തപുരം എങ്ങനെ തോന്നുന്നു? വൈബ്? നല്ല വൈബുണ്ട്. പത്തനംതിട്ടയല്ലേ കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ജനിച്ച സ്ഥലമായോണ്ട് അയ്യപ്പൻ്റെ നാടല്ലേ, കുറ്റം പറയാനും പറ്റത്തില്ല. ശരി. ഓക്കെ. അപ്പോൾ ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ? ഇല്ല, 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പം ഒന്ന് തിരുവനന്തപുരമൊക്കെ കണ്ടിട്ടേ പോകുന്നുള്ളൂ അല്ലേ? ശരി. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. VMTV ചാനലൊരു പ്രോഗ്രാമാണ്. കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം. GK അങ്ങനെ സംഭവങ്ങളായിട്ടൊന്നും ചിന്തിക്കരുത്, വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ, ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറയും എന്ന പ്രതീക്ഷ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകണം. ചോദ്യം: ഈ ഓണം സീസൺ എന്ന് പറയുന്നത് എല്ലാം ഓഫേഴ്സിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് സാധനമാണെങ്കിലും വീട്ടിലുള്ള ഫർണിച്ചർ ആണെങ്കിലും എല്ലാത്തിനും ഓരോ ഓഫറുകൾ പല സ്ഥാപനങ്ങൾ കൊടുക്കാറുണ്ട്. ചോദ്യം ഇതാണ്: ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം ഏതാണ്? ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം ഏതാണ്? ഒരു വീട്ടുപകരണമാണ്. വീട്ടുപകരണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വീടുകളിലും ഓഫീസുകളൊക്കെ കാണുന്ന വീട്ടിലുള്ളൊരു സാധനം. ഇത് അതായത് യന്ത്രവൽകൃതമായിട്ടുള്ളൊരു സാധനമല്ല. ഓക്കെ, വീട്ടിലുള്ളതാണ്. ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒരുപാടുണ്ടല്ലോ. എസ് AC അല്ല പായ. ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ, അതിൽ ഒരു പോയ എന്നുള്ളൊരു വാക്ക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം. ഒരു ഇംഗ്ലീഷ് അക്ഷരം പോയ വീട്ടുപകരണം. വീട്ടുപകരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം. അറിയില്ല. അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ടീ ആണ്. ഒന്ന് ടീ പോയി. ഓക്കെ, ശരി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, നേർപകുതിയാക്കിയാൽ 2 സംഖ്യകൾ കിട്ടുന്ന മലയാള അക്ഷരം ഏതാണ്? അതായത് മലയാളത്തിലൊരു അക്ഷരം നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. സംഖ്യകൾ, നമ്പർ. മലയാളത്തിലെ ഒരക്ഷരം അത് നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഏതാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ മതി. ഫണ്ണി എന്ന് പറയുമ്പോൾ ഇത്ര പ്രതീക്ഷയില്ല അല്ലേ? അതായത് മലയാളത്തിലൊരു അക്ഷരം അത് ഇങ്ങനെയല്ല പകുതിയാക്കേണ്ടത്, നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. ചേട്ടൻ്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ. അനിൽകുമാർ, അഞ്ജു, അനിത, നന്ദു. ഇതിലൊന്നും ആ അക്ഷരം വന്നിട്ടില്ല. ഇത് നേർപകുതിയാക്കിയാൽ മതി. ഇങ്ങനെ നേർപകുതി മലയാളത്തിലൊരു അക്ഷരം അത് നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. ഒരു ക്ലൂ കൂടെ തരാം. അതിലൊരു സംഖ്യ എന്ന് പറയുന്നത് മറ്റൊരു സംഖ്യയുടെ ഇരട്ടിയാണ്. നന്ദു ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കരുത് പ്ലീസ്. കാരണം നന്ദു ചിന്തിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ വരുന്നു. ഓക്കെ, അതിൻ്റെ ചരിത്രം ഞാൻ പറയാം. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് O എന്നുള്ളതാണ്. O എന്നുള്ളത് നേർപകുതിയാക്കി കഴിഞ്ഞാൽ 2 സംഖ്യകൾ കിട്ടും. അത് 1 6 1 3. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം: തൊടാൻ പറ്റുന്ന മരം. മിക്കവാറും ആൾക്കാർ തൊടുന്ന മരം അല്ല, തൊടുന്ന മരം. മിക്കവാറും ആൾക്കാർ തൊടുന്ന മരം ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ട് ഭക്തിയുമായി ബന്ധപ്പെട്ട് ഇത് തൊടാറുണ്ട്. കോമരമല്ല. മിക്കവാറും ആൾക്കാർ ഇത് തൊടാറുണ്ട്. ഭക്തിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട് ആൾക്കാർ തൊടുന്ന ഒരു മരമാണ്. കുറച്ച് ഫ്രണ്ടിലോട്ട്. കുഴപ്പമില്ല. എല്ലാവരും തൊടാൻ പറ്റുന്ന മരം. ഒരു മരത്തിന്റെ പേരാണിത്. ഇത് എല്ലാവർക്കും തൊടാം എന്ന് പറയുന്നത് ഭക്തിയുടെ പരമായിട്ട് ചന്ദനം. റൈറ്റ് ആൻസർ. ഉറക്കെ പറഞ്ഞു കേട്ടോ, ചന്ദനം റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം:
ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഹോസ്പിറ്റലിൽ കാണാം, റെഡിമെയ്ഡ് വസ്ത്രാലയങ്ങളിലും കാണാം. പക്ഷേ ഇതിൻ്റെ ഉപയോഗം രണ്ടിലും വ്യത്യസ്തമാണ്. ഇത് ഹോസ്പിറ്റലിലും കാണാം, റെഡിമെയ്ഡ് ഡ്രസ്സ് വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിലും കാണാം. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഉപയോഗം വ്യത്യസ്തമാണ്. ഹോസ്പിറ്റലിലും കാണാം, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലും കാണാം ഈ ഒരു പേര് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെക്ഷൻ. പക്ഷേ ഇതിൻ്റെയും രണ്ടിൻ്റെയും ഉപയോഗം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. എല്ലാ ഹോസ്പിറ്റലുകളുണ്ട്, എല്ലാ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളിലുമുണ്ട്. അല്ല, ഏതാണ്ട് കടുത്തെത്തി നന്ദു ആലോചിച്ചാൽ പറയാൻ പറ്റും. ട്രയൽ റൂം ഒന്നും കൂടി കൃത്യമായിട്ട് ആലോചിച്ചാൽ പറയാൻ പറ്റും. ഹോസ്പിറ്റൽ രണ്ടും ഡ്രസ്സിംഗ് റൂം. റൈറ്റ് ആൻസർ. ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത് വസ്ത്രാലയങ്ങളിൽ കാണാം, ഹോസ്പിറ്റലിലും കാണാം ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അടുത്ത ചോദ്യം, നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ, ക്യാമറയുടെ നടുഭാഗത്തായിട്ട് എന്താണ് കാണുന്നത്? ലെൻസ്. ക്യാമറയുടെ നടുവിൽ എന്താണ്? റൈറ്റ് ആൻസർ. ക്യാമറയുടെ നടുവിൽ എന്താണ്? ഓക്കെ. ആള് ക്യാമറ നോക്കിയിരിക്കുമല്ലേ, ഇത് എവിടെയാണ് ക്യാമറയുടെ ഭാഗത്ത്? അടുത്ത ചോദ്യം, ആശ്വാസം അല്ലെങ്കിൽ പലർക്കും ആശ്വാസമാകുന്ന കൊലയാളി പേര് നമ്മളെല്ലാവരും പെയിൻ കില്ലർ. റൈറ്റ് ആൻസർ. പലർക്കും ആശ്വാസമാകുന്ന കൊലയാളി പെയിൻ കില്ലർ. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ കാണുന്നതാണ്, വള്ളിയിട്ടാൽ മൃഗമാകും. ഇതൊരു അവയവമല്ല, മനുഷ്യ ശരീരത്തിൽ കാണാം, വള്ളിയിട്ടാൽ മരം മീൻസ് ഒരു മൃഗമായിട്ട് മാറും. മനുഷ്യ ശരീരത്തിൽ കാണുന്നതാണ്, വള്ളിയിട്ടാൽ മൃഗമാകും. എല്ലാ മനുഷ്യ ശരീരങ്ങളിലും കാണാം. ഇതൊരു അവയവമല്ല, ബോഡി പാർട്സ് അല്ല. പക്ഷെ മനുഷ്യ ശരീരങ്ങളിൽ കാണാം. അതിൻ്റെ പേര് ഒന്ന് വള്ളിയിട്ട് കഴിഞ്ഞാൽ, ആ പേരിനോടൊപ്പം വള്ളിയിട്ട് കഴിഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ പേരായിട്ട് മാറും. എത്ര ഉണ്ടല്ലോ എല്ലാ സാറിൻ്റെയിലുണ്ട്, നമുക്കുണ്ട്. മീൻസ് മിക്കവാറും എല്ലാ മനുഷ്യ ശരീരത്തിലും കാണാം. വള്ളിയിട്ട് അതിൻ്റെ പേരിനോടൊപ്പം വള്ളിയിട്ട് കഴിഞ്ഞാൽ ഒരു മൃഗത്തിൻ്റെ പേരായിട്ട് മാറും. വളരെ ചെറിയൊരു പേരാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ബോഡി പാർട്ടല്ല എന്ന് പറഞ്ഞാൽ അതൊരു അവയവമായിട്ടൊന്നും കൂട്ടത്തില്ല. ഓക്കെ, പക്ഷെ മനുഷ്യ ശരീരത്തിലുള്ളതാണ്. ഓക്കെ, അത് ശരിയുത്തരം എന്ന് പറയുന്നത്, മിക്കവാറും ആൾക്കാരുടെ ശരീരത്തിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നര വരും. അതിൻ്റെ പേരും വള്ളിയിട്ട നരി. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ അക്ഷരം മാറിയാൽ അച്ഛനാകുന്ന കഴിക്കാൻ പറ്റുന്ന സാധനം. അതായത് ഇതൊരു പേര്, ഇതിൻ്റെ അവസാനത്തെ അക്ഷരം അങ്ങ് എടുത്തു കളഞ്ഞാൽ അച്ഛനാകും, കഴിക്കാൻ പറ്റുന്ന സാധനം. പപ്പായ. എന്തായാലും കുഴപ്പമില്ല, പപ്പായ. റൈറ്റ് ആൻസർ. ഞാൻ ഉദ്ദേശിച്ചത് പപ്പടം എന്നാണ്, കുഴപ്പമില്ല. ഓക്കെ, കറക്റ്റാണ്. പപ്പടം ഡം മാറ്റി കഴിഞ്ഞാൽ പപ്പ അല്ലേ? ഓക്കെ, ലാസ്റ്റ് ചോദ്യം കേട്ടോ. അത്യാവശ്യ ഘട്ടം ഡോക്ടർമാർ ചെയ്യുന്നതാണ്. ഇത് വളരെ അത്യാവശ്യമായ ഘട്ടത്തിൽ ഡോക്ടർമാർ ചെയ്യുന്നതാണ്. മലയാളത്തിൽ എഴുതുമ്പോൾ ഈ വാക്കിൻ്റെ ആദ്യ രണ്ടക്ഷരം പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുന്നതാണ്. ആ വാക്ക് മാറ്റിയാൽ കഴിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് മാറും. ഒന്നുകൂടി ഞാൻ പറയാം, അത്യാവശ്യ ഘട്ടം ഡോക്ടർമാർ ചെയ്യുന്നതാണ്. ഓക്കെ, മലയാളത്തിൽ എഴുതുമ്പോൾ ഈ വാക്കിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം പുരുഷന്മാരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്കങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറും. സർജറി. റൈറ്റ് ആൻസർ. സർ മാറ്റിക്കഴിഞ്ഞാൽ ജെറി. അപ്പൊ ഇതിൽ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ പേര് പറ. അഞ്ജു. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞു, ഗംഭീരമായിട്ട് പറഞ്ഞു. അപ്പൊ എന്തായാലും അഞ്ജു ചേച്ചിയാണ് ഇതിൽ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. നന്ദി, കുഴപ്പമില്ലടാ, നിന്റെ ആലോചന ഭയങ്കരമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ അഞ്ജു ചേച്ചിക്ക് ഞാൻ VMTV ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം.